വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബണ്ണ് നിറച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നല്ലൊരു ഇഫ്താർ സ്നാക്കാണിത്. ബണ്ണിൻ്റെ അടിവശം ഇതുപോലെ മുറിച്ചെടുക്കാം. അതിനുശേഷം ഉള്ളിൽ നിന്ന് കുറച്ച് ഒഴിവാക്കിയെടുക്കണം. ഫില്ലിംഗ് നിറയ്ക്കുവാൻ വേണ്ടിയിട്ടാണിത്. ഫില്ലിങ്ങിനായിട്ട് ചിക്കൻ മസാലയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വലിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ഒക്കെ വഴറ്റിയെടുത്ത് ഇതിലേക്ക് ചിക്കൻ ഷ്രെഡ് ചെയ്തത് ഇട്ട് കൊടുത്ത് 3 മസാലയും കൂടി ചേർത്ത് വഴറ്റിയെടുത്തിട്ടുള്ളതാണ്. മസാലയായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരല്പം മല്ലിപ്പൊടിയുമാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം ഗരം മസാല പൊടിയും കുറച്ച് പെപ്പർ പൗഡറും ചേർക്കാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ ഫില്ല് ചെയ്യാനായിട്ട് മുട്ട പുഴുങ്ങി വെക്കുകയും വേണം. ഈ ബണ്ണിൻ്റെ ഹോളിലേക്ക് ചിക്കൻ മസാല ഫില്ല് ചെയ്ത് കൊടുത്ത് മുട്ട വെച്ച് കൊടുത്ത് വീണ്ടും ഫില്ലിങ് വെച്ച് കൊടുത്ത് മുറിച്ചെടുത്ത ബണ്ണിൻ്റെ കഷ്ണം അടച്ചു വെക്കണം. നന്നായി പ്രസ് ചെയ്ത് അടച്ചു വെച്ച് കൊടുക്കുക. ഒരു മുട്ട മുഴുവനായും വേണം ഫില്ല് ചെയ്ത് കൊടുക്കാൻ. എത്ര ബണ്ണാണോ നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ച് മുട്ട പുഴുങ്ങി വെക്കണം. ഇനി ഇത് ആ പീസ് കൊണ്ട് അടച്ചു വെച്ച് കൊടുക്കാം. പതുക്കെ മാറ്റി വെക്കാം. ഇങ്ങനെ ഓരോ ബണ്ണും ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കണം. ഫില്ല് ചെയ്യുമ്പോൾ ബണ്ണ് മുറിഞ്ഞു പോവാതെ വേണം ഫില്ല് ചെയ്തെടുക്കാൻ. സൂക്ഷിച്ച് വേണം ഫില്ല് ചെയ്തെടുക്കാൻ. ഈ ഫില്ല് ചെയ്ത ബണ്ണ് കലക്കി വെച്ച മുട്ടയിലേക്ക് മുക്കി കൊടുത്തിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിനായി 2 മുട്ട അല്പം ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കലക്കിയെടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുമാത്രം പോരാ, എൻ്റെ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കമൻസും എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. ഞാനിവിടെ 6 ബണ്ണാണ് എടുത്തിട്ടുള്ളത്. എല്ലാ ബണ്ണും ഇതുപോലെ ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇതിനായിട്ട് കുറച്ച് ഓയിൽ ആവശ്യമുള്ളൂ. ബാക്കി വന്ന ബണ്ണിൻ്റെ പൊടി മസാല ചേർത്ത് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബണ്ണും ഈ കലക്കി വെച്ച മുട്ടയിലേക്ക് ഒന്ന് മുക്കി കൊടുക്കാം. 2 വശവും നന്നായി സൈഡും ഒക്കെ മുക്കി കൊടുത്ത് ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകൊടുത്ത് പൊരിച്ചെടുക്കാം. കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പൊരിഞ്ഞ് കിട്ടും. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. സൈഡൊക്കെ ഒന്ന് ചരിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ ഈ ബണ്ണ് ഇതുപോലെ വെച്ച് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഫിനിഷിങ്ങിൽ പൊരിച്ച് കിട്ടിയിട്ടുണ്ട്. മുട്ടയിൽ മുക്കിയതുകൊണ്ട് ഇത് പുറത്താവുകയോ ഒന്നുമില്ല. എളുപ്പത്തിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇഫ്താറിന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും എന്നാൽ പെട്ടെന്ന് തന്നെ വയറ് ഫില്ലാവുന്നതുമായ ഒരു ഇഫ്താർ സ്നാക്കാണിത്. ബണ്ണ് അടിയിൽ മുറിച്ചെടുക്കുമ്പം മാത്രം ഒന്ന് സൂക്ഷിച്ചാൽ മതി. വേറെ എല്ലാം കൊണ്ടും വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ ഓരോ ബണ്ണും എണ്ണയിൽ മുക്കിയെടുത്ത് 1-2 ആയി പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്നാക്കാണിത്. മുട്ടയിൽ ബണ്ണ് മുക്കിയെടുക്കുമ്പോൾ അകത്തുള്ള ഫില്ലിങ് പുറത്ത് പോകാതെ വേണം മുക്കിയെടുക്കാൻ. സൂക്ഷിച്ച് വേണം മുക്കിയെടുക്കാൻ. മുട്ട നല്ല ഒട്ടി നിൽക്കുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ഇത് മുക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ എല്ലാ ബണ്ണും ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പൊരിച്ചെടുത്ത ബണ്ണെല്ലാം ഒന്ന് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇത് 2ആയി മുറിച്ചെടുക്കണം. മുറിച്ചിട്ടാണ് ഇത് സേർവ് ചെയ്യാനും ഭംഗി, കഴിക്കാനും സുഖം അപ്പോഴാണ്. ഇതിൻ്റെ ഫില്ലിങ്ങിന് ചിക്കൻ മസാലയ്ക്ക് പകരം ബീഫ് മസാലയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല ഫില്ല് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ചിക്കനും ബീഫും ഒന്നുമില്ലെങ്കിലും ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ഒക്കെ മസാല ഇട്ട് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് മുട്ട വെച്ച് കൊടുത്താലും മതി. അപ്പോഴും ടേസ്റ്റ് ഉണ്ടാവും. ഈ ബണ്ണ് കഴിക്കുന്നതിന് മുമ്പായിട്ട് 2 പകുതിയായിട്ട് മുറിച്ചെടുക്കണം.
ഞാനിവിടെ ഇത് തണുത്തതിന് ശേഷം മുറിച്ചെടുക്കുന്നുണ്ട്. മുട്ട പകുതിയാവുന്ന വിധത്തിൽ വേണം മുറിച്ചെടുക്കാൻ. ഇപ്പോൾ ഓരോ ബണ്ണിലും പകുതി മുട്ട വീതം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ബണ്ണും കഴിക്കുന്നതിന് മുമ്പ് മുറിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബണ്ണ് പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഭവമായി വരുന്നത് വരേക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു ഓൾ.